ഇന്ന് ലാലേട്ടൻ അനുമോളെയും അനീഷിനെയും ശരിക്കും നിർത്തിപ്പൊരിച്ച്. അതുപോലെ തന്നെ ജിസേലിന്റെ കള്ളക്കളിയും ലാലേട്ടൻ കയ്യോട് പൊക്കിയെന്നുള്ളതാണ്. അത് കൂടാതെ ഒരു എവിക്ഷനും നടന്നു. എനിവേ, എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഷാനവാസ് ഇങ്ങനെ ബെഡിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അനീഷ് ഷാനവാസിനെ ചൊറിയുന്നത് കാണിച്ചുകൊണ്ടാണ്. എന്താണ് അനീഷ് പറയുന്നത്? അതായത് നിന്റെ ഡ്യൂട്ടി ആടാ, കിടന്നുറങ്ങാതെ കഴുതേ എന്നുള്ള രീതിയിലൊരു ഡയലോഗ് അടിച്ച്. അതായത് ജയിലിലുള്ള ആൾക്കാരെ നോക്കാതെ ഇങ്ങനെ കിടന്നുറങ്ങില്ലേ എന്നുള്ള രീതിയിലുള്ള ഡയലോഗാണ്. പക്ഷെ അവിടെ ഷാനവാസിനെ തന്നെ കഴുതേന്ന് വിളിച്ച് തീരാൻ ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഷാനവാസ് എന്താക്കി, അനീഷിനെ പില്ലെടുത്ത് ഒരൊറ്റ കയറി, നീ എന്നെ കഴുതേന്ന് വിളിക്കുമല്ലാടാ എന്നുള്ള രീതിയിൽ. അനീഷ് ആണെങ്കിൽ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല, തിരിച്ച് അങ്ങോട്ടും എറിയാൻ തുടങ്ങി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടോക്കാം. അവൻ രാവിലെ തന്നെ വന്നിട്ട് മനുഷ്യന്റെ മുഖത്തായിട്ട് കഴുതാന്ന് വിളിക്കുന്നത്. അവനാരാ ഇതെല്ലാം റൈറ്റ്സ് കൊടുത്തത്? ഇവരൊക്കെ എവിടുന്നാണ് മാന്യതയും മര്യാദയും പഠിച്ചു വന്നുള്ളത്? നിന്റെ തന്തനെ പോയി വിളിക്കടാ. തന്തനൊക്കെ വിളിച്ച് കളിക്കാൻ തുടങ്ങിയില്ലേ? എന്തായാലും രാവിലെ തന്നെ അനീഷിനെ ചൊറിച്ചിൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ത് പറയാനല്ലേ? അല്ലെങ്കിൽ രാവിലെ തൊട്ട് അനീഷിന് ആരെങ്കിലും ചൊറിഞ്ഞില്ലെങ്കിൽ ഉറക്കം കിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിലും അനീഷ പണ്ടേ അങ്ങനെയാണല്ലോ, രാവിലെ തൊട്ട് രാത്രി വരെ ആരെങ്കിലും ഒക്കെ ചൊറിഞ്ഞോണ്ടിരിക്കണം. ബാക്കിയാണ് നോക്കാം. ഇവനൊക്കെ എവിടുന്ന് വന്നേ? എവിടെ? കോടന്നൂര്. അത് വല്ലാത്തൊരു മറുപടി ആയി പോയി കേട്ടോ. ഇവരൊക്കെ എവിടുന്ന് വന്നിടാന്ന് ചോദിക്കുമ്പോണ്ട് കോടന്നൂരിന്നൊക്കെ. ഇതാണ് ലെവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആൾ ഓൺ ദ സ്പോട്ടിൽ കൗണ്ടർ അടിക്കും. അത് വാർത്തന്റെ കഴിവാണ് കേട്ടോ. എന്തായാലും ഷാനവാസും അനീഷും തമ്മിലുള്ള കലഹം മൂർച്ഛിച്ച് അങ്ങനെ അവസാനം അനീഷ് ഷാനവാസിനോട് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. നമ്മളെന്തായാലും കണ്ടോ. നിന്റെ വാക്കുകൾ നീ സൂക്ഷിച്ചു ഉപയോഗിക്കണം, മനസ്സിലായോ? നീ ബിഗ് ബോസിന്റെ ഉള്ളിലായി അല്ലെങ്കിൽ നിന്റെ കാലും കയ്യും മര്യാദയ്ക്ക് ഉണ്ടാവില്ലായിരുന്നു. അത് കുറച്ച് കടന്നൊരു ഡയലോഗ് അടി പോയി അല്ലെ? ബിഗ് ബോസിന് പുറത്തായിരുന്നെങ്കിൽ നിന്റെ കാലും കയ്യും മര്യാദയ്ക്ക് ഉണ്ടാവില്ല എന്നൊക്കെ. പിന്നെ ഡയലോഗ് അടിക്കുന്നത് അനീഷ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ആ മൈൻഡ് സെറ്റിൽ അങ്ങ് എടുക്കാം. ഇനി അതെവിടെ തീരുന്നു? അത് കഴിഞ്ഞ് നമ്മുടെ അഭിയും ജിസേലും തമ്മിലൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അറിയാലോ, ജിസേലും അനുമോളും തമ്മിൽ ഇപ്പൊ കുറച്ച് കാലമായിട്ട് വമ്പൻ അടിയാണ്. അപ്പൊ അവർക്കിടയിലെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി അഭി കയറി വന്നതാണ്. അപ്പൊ അഭി ജിസേലിനോട് എന്ത് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം, ഞാൻ അനുമോളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന്. ജിസേൽ അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ അഭി എന്താക്കാണ്, അനുമോളോടത്ത് പോയി സംസാരിക്കുന്നുണ്ട്. ആരെങ്കിലും കണ്ടോക്കാം. വിളിച്ചതൊക്കെ വിടും. ഇത്രയും ദിവസം കഴിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യമില്ല. അവൾക്കത് ഓക്കെയാണ്. ഒറ്റയ്ക്ക് അങ്ങോട്ട് എടുത്തു പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ല എന്ന്. അല്ല, അനുമോൾ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും സോൾവ് ചെയ്യൂല, അത് വേറെ കാര്യം. എന്തായാലും അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ വരികയാണ്. അങ്ങനെ ലാലേട്ടൻ വന്ന് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. നന്നായിട്ട് ചെയ്തു, എല്ലാവരും വളരെ നന്നായിട്ട്, എല്ലാ ടാസ്കുകളും നന്നായിട്ട് കളിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ പിന്നെ ഞാൻ പറയാം. എന്തായാലും അയാളുടെ അങ്ങനെ ഒരു കുത്തിപ്പറിച്ചില് സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ പിന്നെ പറയാന്നൊക്കെ. നമ്മുടെ അനീഷിനൊക്കെ ഇട്ട് അനുമോളും അപ്പാണിച്ചെടുത്തൊക്കെ എന്തൊക്കെ പണി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ അതാണ് ഉദ്ദേശിച്ചത്. എന്തായാലും കണ്ടന്നെ അറിയാം. എന്തായാലും ലാലേട്ടൻ വന്ന് ആദ്യം ചോദിച്ചത് കഴിഞ്ഞ ആഴ്ചത്തെ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിനെ കുറിച്ചാണ്. അറിയാലോ, കഴിഞ്ഞ ആഴ്ച ഒരാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും 2 ദിവസത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ പരാജയപ്പെടുന്ന ആളെ 2 ദിവസത്തേക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറ്റി നിർത്തും. ആ ടാസ്കിൽ വിജയിച്ചത് അനീഷായിരുന്നു, പരാജയപ്പെട്ടതോ ഒനിയിലും ശാരികയും. അവർ 2 ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇല്ലായിരുന്നു അല്ലെ? അപ്പൊ ഈ മിഡ് വീക്ക് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച 2-3 ഗെയിമുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് മിഡ് വീക്ക് സസ്പെൻഷൻ ഗെയിമിലൊക്കെ വിജയിച്ച അനീഷിന്റെ അഭിപ്രായമാണ്. അനീഷ് തിരിച്ചു പറഞ്ഞത് തുടക്കത്തിൽ ഞാൻ ഒന്ന് പതരെങ്കിലും ഞാനിത് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു നോക്കിയാണ്. ശരിയാണ്, കാരണം തുടക്കത്തിൽ ഏറ്റവും പിന്നിൽ നിന്ന ആളായിരുന്നു അനീഷ് അല്ലേ? പക്ഷെ എല്ലാം അവസാനിച്ചപ്പോൾ ഏറ്റവും മുന്നിലായി അനീഷ്. അതിനൊരു കൈയ്യടി നമ്മൾ കൊടുത്തേ പറ്റൂ. ഇനി ഇത് കഴിഞ്ഞ് രേണുവിനെ എണീറ്റ് നിർത്തിച്ച് ലാലേട്ടൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോ. നല്ല സ്പിരിറ്റ് നിൽക്കണ്ടേ? ഇടയ്ക്ക് പറയുന്ന കേട്ട് ഇങ്ങനെ എനിക്ക് സുഖമില്ല, വീട്ടിൽ പോകണം, അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ഇടയ്ക്ക് കുഞ്ഞിന്റെ കാര്യവും പിള്ളേരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഉള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആയി, ശരി, ഇരിക്കാം. ഇപ്പോഴെങ്കിലും രേണുവിനൊന്ന് കാണാൻ കിട്ടില്ലോ. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ് ലാലേട്ട. ഉള്ളത് പറയാലോ, രേണുവിന് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ്. എത്രയും പെട്ടെന്ന് പുറത്തു പോകണമെന്നാണ് രേണുവിന് നല്ലത്. രേണുവിന് ഇവിടുത്തെ ഫോട്ടോഷൂട്ടും ഓൺലൈൻ മീഡിയസ് ഒക്കെ തന്നെ നടക്കത്തുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ വീക്കിലെ മിഡ് വീക്ക് സസ്പെൻഷൻ ഗെയിമിൽ ടീമായിട്ടായിരുന്നു മത്സരിച്ചത് അല്ലെ? അനീഷിന് വേണ്ടി ആദ്യം മത്സരിച്ചത് അപ്പാണി ശരത്തും അതുപോലെ തന്നെ അനുമോളുമായിരുന്നു. അവർ ആദ്യം മോശമായി പെർഫോം ചെയ്തത് കൊണ്ടാണല്ലോ അനീഷ് പിന്നിൽ നിന്നത്. അപ്പൊ അവരെ കുറിച്ച് അനീഷ് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ച് ഇവര് പോരാ, തീരെ പോരാന്നുള്ള രീതി. അന്നേരം അപ്പാണി ശരത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് കണ്ടോക്കാം. ഗെയിം കളിക്കാനായിട്ട് വിളിച്ചപ്പോൾ അന്ന് മുതൽ, ആ നിമിഷം മുതൽ അത് അനീഷിനെ സേവ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അത് എനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ട് തന്നെ കണ്ടു തന്നെയാണ് ഞാൻ ആ ഗെയിം കളിച്ചത്. അതെ, അതത്രേ ഉള്ളൂ. അനീഷിനെ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പാണി ശരത്ത് കളിച്ചതെന്നുള്ളത് എനിക്ക് ആ കളിയുണ്ടപ്പോൾ തോന്നിയിട്ടില്ല. പുള്ളിക്കാരൻ കറക്റ്റ് ജെന്യൂൻ ആയി തന്നെയാണ് കളിച്ചത്. പിന്നെ അനീഷല്ലേ, എനിക്ക് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും ബാക്കിയുണ്ടോ? ഓ, ശാരിക എവിടെയോ പോയിരിക്കാണല്ലേ? നിങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചോ? അവരെ കുറിച്ച് ചിന്തിച്ചോ? നിങ്ങൾക്ക് വേണ്ടി കുറെ ആൾക്കാരാണ്. ഓക്കെ, ശാരിക മിഡ് വീക്ക് സസ്പെൻഷന്റെ ഭാഗമായിട്ട് 2 ദിവസം വീട്ടിന് പുറത്താണ് അല്ലെ? അതിനെ കുറിച്ചാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് ശാരികന്റെ ടീമിലുണ്ടായിരുന്ന ബെന്നി സെബാസ്റ്റ്യൻ എണീറ്റ് നിർത്തിയിട്ട് ലാലേട്ടൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബെന്നിന്റെ പെർഫോമൻസ് തീരെ പോരാന്ന് ശാരിക കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ബെന്നി സെബാസ്റ്റ്യൻ മറുപടിയും പറയുന്നുണ്ട്, ഞാനൊരു മാക്സിമം ഇട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള രീതി. എന്തായാലും ബാക്കിയുണ്ടോ? പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കളിക്കാൻ. നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ ആണല്ലോ പൂമ്പാറ്റകൾ ഇട്ടിരിക്കുന്നത്.
അല്ലേ? എല്ലാവരും നല്ല ഭംഗിയുള്ള ഉടുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും. പക്ഷെ അതിന് വേണ്ടി അതിപ്പോ എന്തായാലും നടക്കൂലല്ലോ. ലാലേട്ടൻ വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റും. ലാലേട്ടൻ എസ്പെഷ്യലി ബിഗ് ബോസിനോട് ഒരുപാട് പൊരുതിയിട്ടാണ് ഇങ്ങനെങ്കിലും ഡ്രസ്സ് നേടിത്തന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ സത്യമാണെന്ന് ആർക്കറിയാം. ഇനി ഇത് കഴിഞ്ഞ് വീണ്ടും മനുഷ്യനെ എഴുന്നേറ്റ് നിർത്തിക്കുന്നുണ്ട്. അത് മറ്റൊന്നിനുമല്ല, മിഡ് വീക്ക് എവിക്ഷന്റെ ലാസ്റ്റ് ഗെയിം കളിക്കുന്ന സമയത്ത് അനീഷ് ആര്യനെ സമീപിക്കുകയും അനീഷിന് ഗെയിം ജയിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ ഫസ്റ്റ് ഘട്ടത്തിൽ അനീഷ് വിജയിച്ച് നിന്ന സമയത്ത് ആര്യൻ വീണ്ടും അനീഷിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അന്നേരം നീ എന്റെ അടുത്തൊന്നും വരണ്ട, നീ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അനീഷ് ആര്യൻ ആട്ടി ഓടിക്കുന്നുണ്ട് അല്ലെ? അതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള അനീഷിന്റെ മറുപടി നമുക്ക് കണ്ടോ. ഒരാളായിരുന്നു. പിന്നെ ഞാൻ വിജയിക്കണമെന്ന് ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യം. മാത്രല്ല അല്ല, അങ്ങനെ പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. അതാണല്ലോ കയ്യിലിരിപ്പ്. ഡെയിലി രാവിലെ എണീച്ച് ഓരോരുത്തർ വെറുപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. എന്തായാലും ഇതിനുള്ള ആര്യന്റെ മറുപടി നമുക്ക് കണ്ടോ. ആര്യൻ, നീ ഗെയിം കളിക്കുന്ന ആളല്ലേ, അപ്പൊ ഒന്ന് സഹായിച്ചു തരാമോ, ഇത് എന്താ ചെയ്യേണ്ട? അപ്പൊ ഞാൻ പറഞ്ഞു അനീഷ്, അപ്പൊ എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിക്കുമ്പോ നമ്മള് ശത്രുവാണോ അങ്ങനെ നോക്കൂല. അതെ, അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. ഫസ്റ്റ് ഘട്ടത്തിലായിരുന്നു ആര്യന്റെ ഉപദേശം അനീഷ് എടുത്തിരുന്നത്. അങ്ങനെ അനീഷ് അത് വിജയിക്കുകയും ചെയ്തു. പിന്നീടുള്ള അനീഷിന്റെ മറുപടിയെ കുറിച്ച് ആരും പറയുന്നുണ്ട്. നോന്തലാന്നുണ്ടോ. രണ്ടാമത്തെ വർഷം വ്യൂസ് തരാൻ പോയപ്പോ അവന്റെ റിപ്ലൈ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, നീ അവിടെ പോയി നോന്നു. അതെ, അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആര്യനും അനീഷും ജിസയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലെ? അതിനെണീറ്റ് ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ പണിഷ്മെന്റ് തരുമെന്നും പറയുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ലാലേട്ടൻ അനുമോൾ എഴുന്നേറ്റ് നിർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോൾക്ക് ഒരു പേരും ചാർത്തി കൊടുക്കുന്നുണ്ട്, സിഐയുടെ അനുമോൾ. എന്തിനാണെന്ന് അറിയാം പേര്? കഴിഞ്ഞ ആഴ്ച മൊത്തം ജിസയില് പിറകെ നടന്ന് ജിസയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ജിസയിൽ എവിടുന്നൊക്കെ മേക്കപ്പ് കട്ടെടുക്കുന്നുണ്ട് എന്നൊക്കെ നോക്കലായിരുന്നല്ലോ അനുമോള് പണി. അതിനാണ് ആ പേര് കൊടുത്തത്. നല്ല പേര് കേട്ടോ. എന്തായാലും അതിനെ കുറിച്ച് അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നമ്മളെന്താന്ന് കണ്ടോ. പിന്നെ വൈകുന്നേരം രാത്രി ആകുമ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ആവും. ജിസയില് ഓയിൽ എടുത്തിട്ട് ടിഷ്യൂല് എടുത്തിട്ട് ഇപ്പൊ ഞാൻ അവിടെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനു വേണ്ടി ഞാൻ രാത്രി വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും രാത്രി വല്ലാത്തൊരു ഡെഡിക്കേഷൻ തന്നെ കേട്ടോ. ഇത് അനുമോളെ കൊണ്ട് എങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും ഇതിനിടയ്ക്ക് ജിസയില് അനുമോൾക്ക് കള്ളി എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? തന്റെ സാധനങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ തപ്പി നോക്കുന്നത് കൊണ്ടും പിന്നെ ഇടയ്ക്കെന്തോ അടുക്കളയിൽ വന്നെന്തോ ബ്രെഡൊക്കെ എടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ ജിസയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ജിസയിൽ സംസാരിക്കുന്നത് കണ്ടോ. ക്യാപ്റ്റൻ പറയാതെ ഫുഡ് ഇസ് റെഡി, നോബഡി അകത്ത് പോയിട്ട് ആഹാരം എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ ഇവൾ വന്നിട്ട് ആഹാരം എടുത്തായിരുന്നു. ഇത് പറയുമ്പോൾ അനുമോളുടെ എക്സ്പ്രഷൻ നോക്കി, നീ എന്താ വെച്ചാ പറ, എനിക്കൊരു ചുക്കൂല്ല എന്നുള്ള ലെവലില്. എന്തായാലും അതിനിടയ്ക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ അനുമോളും ജിസയിലും തമ്മിൽ ഒരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ? അനുമോൾ അവസാനം ജിസയില് ദേഹത്ത് കൈവെക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ലാലേട്ടൻ ഒരു വാണിംഗ് കൊടുത്തു വെക്കുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ജിസേലിന്റെ പല സാധനങ്ങളും കാണാതാവുന്നുണ്ട് അല്ലെ? അത് ആരാണ് എടുത്തത് എന്ന് ജിസേലിന് അറിയുമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള രംഗം കണ്ടുനോക്കാം. ആരാ എടുത്തത് സംശയം ഉണ്ടോ? സംശയം ചോദിച്ചു ഞാൻ ഇവനോട്. അല്ല എല്ലാവരും മോശനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കുന്ന പേര് നെവിന്റെ പേരാണ് അല്ലേ? കാരണം അത്രയും മോശനങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ജിസയിൽ ആദ്യം നെവിനെ സംശയിച്ചതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നും ഇല്ല. എന്തായാലും ബാക്കിയുണ്ടോ? 5-6 പ്രാവശ്യം എന്റെ ബെഡ് തുറന്ന് ഞാൻ പിടിച്ചപ്പോ എനിക്ക് ഇച്ചിരി സംശയമുണ്ട്. അതെനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സംഭവം വേറെ ആരും എടുത്തു കൊണ്ടുപോയത് ബിഗ് ബോസ് ടീം തന്നെയാണ്. ജിസയിൽ പല സ്ഥലത്തും തന്നെ പല മേക്കപ്പ് സാധനങ്ങളും ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് ബിഗ് ബോസിന്റെ റൂൾസിന് അഗേൻസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ അത് എടുത്തുകൊണ്ടതാണ്. അത് എടുത്തുകൊണ്ടുവന്ന ദൃശ്യങ്ങളൊക്കെ പിന്നീട് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് അനുമോട് ലാലേട്ടനോട് ഒരു പരാതി പറയുന്നുണ്ട്. ജിസയിൽ എന്തൊക്കെ കളവ് പോയാലും ജിസയിൽ എന്നെയാണ് സംശയിക്കുന്നതെന്നൊക്കെ. എന്തായാലും അത് കഴിഞ്ഞ് ജിസേലിനെ ലാലേട്ടനൊന്ന് ഉപദേശിക്കുന്നുണ്ട്. നമ്മളെന്താന്ന് കണ്ടോ. തിരിച്ചു കൊടുത്തിട്ട് ആൾക്കാരോട് പറയാം, എനിക്കിങ്ങനെ ഒരു ഫേസിന് ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസിന് പറയാം എനിക്ക് ആ ടിഷ്യൂ മാത്രം തരിക. അതല്ലേ ഒരു എത്തിക്സ്, അതല്ലേ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗെയിം കളിക്കാൻ. നല്ല ആളോടാണ് പറയുന്നത്. ഉള്ളത് പറയാലോ. ജിസേലിന് മേക്കപ്പ് ഇല്ലാണ്ട് നടക്കൂല. അപ്പൊ മേക്കപ്പ് കിട്ടാൻ വേണ്ടി ആശാത്തി ഏതറ്റം വരെയും പോകും. അത് അങ്ങനെ ഒരാളായി പോയി. എന്ത് പറയാനാണല്ലേ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ലാലേട്ടൻ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്ത് കാണിപ്പിക്കുന്നുണ്ട്. നമ്മളെന്താന്ന് കണ്ടോക്കാം. പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങളുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാള് ഇരിക്കുന്ന എല്ലാം ആ അബി ഒഴിച്ച് ബാക്കി എല്ലാം. അത് അനുമോൾക്ക് വല്ലാത്തൊരു അടിയായി പോയി. എന്നാലും അനുമോൾക്ക് എന്തൊരു കുശുമ്പാണ് അല്ലേ. ആണുങ്ങളൊക്കെ ജിസേലിനോട് കമ്പനി അടിക്കുന്നത് അനുമോൾ കാണുന്ന വേറെ പെർസ്പെക്റ്റീവിലാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ക്ലിപ്പ് പ്ലേ ചെയ്യിപ്പിച്ചിട്ടും അനുമോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇടയിലുണ്ട് മക്കളെ. നമ്മളെല്ലാവരും കണ്ടുവെക്കാം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പ്ലേ ചെയ്തോ, ഞാൻ ഇങ്ങനത്തെ ആയിരിക്കും എന്നുള്ള രീതിയിൽ അല്ലേ. ആ എന്തായാലും കോമഡി ആയിരിക്കും. എന്തായാലും ഇത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ ഒരു കിഡിലെ കൗണ്ടർ ഉണ്ട് മക്കളെ. നമ്മളെന്തായാലും കണ്ടുവെക്കാം. അഭി വളരെ കൺഗ്രാറ്റുലേഷൻസ്. മൊണ്ണയില്ലാത്ത ഒരാളെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. ഇരിക്കും. അതൊരു അടിപൊളി കൗണ്ടർ ആയി പോയില്ലേ. മൊണ്ണല്ലാത്ത ഒരാളെങ്കിലും കിട്ടിയല്ലോ എന്നൊക്കെ. അല്ലെങ്കിൽ ഇടയ്ക്ക് ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു സാധനം പൊട്ടിക്കാൻ ആൾ ബെസ്റ്റ് ആണ്. ഇനി ഇത് കഴിഞ്ഞ് അനുമോളെ കുറിച്ച് അപ്പാണിച്ചെടുത്ത് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. നമ്മളെന്തായാലും കണ്ടുവെക്കാം. അനുവിനെതിരെ സംസാരിക്കുമ്പോൾ അനു നമ്മളെ തോന്നിയത് പോലെ അങ്ങ് പറഞ്ഞുണ്ടാക്കും. സത്യം ശരിക്കും പറഞ്ഞ ഒരു കുട്ടികളുടെ ഒരു സ്വഭാവമാണ് അനുവിന്.
ആ കുട്ടിത്തെ ഇപ്പോഴും മാറില്ല, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. എന്തായാലും മനുമോളെ കരച്ചിലെ കുറിച്ച് ലാലേട്ടൻ പിന്നീട് ചോദിക്കുന്നുണ്ട്. നമ്മതെല്ലാം ഉണ്ടോക്കാം. എന്താണ് അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാൻ എന്താണ് അതിന് കരച്ചിലല്ല മാർഗം? അതായത് എന്താ പറയുക, നമുക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ അവരെ കൊല്ലും അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. അതെ, അതത്രേ ഉള്ളൂ. അനുമോളോട്ട് പൊരിക്കുന്നുണ്ടല്ലേ ലാലേട്ടൻ. ഇനി നമ്മുടെ കലാപം സരിക അനുമോളെ കുറിച്ചൊരു പോയിന്റ് പറഞ്ഞേക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഉണ്ടോക്കാം. അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ചാൽ അവിടെ നിന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് വെച്ചാൽ ഒരിക്കൽ പോലും എന്നെ വന്ന് ഒന്ന് ആശ്വസിപ്പിക്കുകയോ ഇതാക്കുകയോ ചെയ്യേണ്ട. അനീഷേട്ട അതെടുക്കുക, അനീഷേട്ട അത് ചെയ്യും, അനീഷേട്ട ഇതേ അനീഷാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവർ കളിച്ചിട്ട് തോപ്പിച്ചു എന്ന് പറഞ്ഞത്. സംഭവം മനസ്സിലായല്ലോ. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മിഡ് വീക്ക് സസ്പെൻഷൻ ഗെയിംസിൽ ആദ്യം അനുമോൾ അനീഷിന്റെ ടീമിലായിരുന്നു. ആ സമയത്ത് പെർഫോമൻസ് മോശമായതുകൊണ്ട് അനീഷ് ഇവരെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം കലാപം സരികിന്റെ ടീമിലേക്കായിരുന്നു അനുമോൾ പോയത്. അങ്ങനെ കലാപം സരികിന്റെ ടീമിൽ എത്തിയിട്ടും അനുമോൾ കലാപം സരികിനെ സപ്പോർട്ട് ചെയ്യാണ്ട് അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അതിനെ കുറിച്ചാണ് കലാപം സരിക പറഞ്ഞത്. ഇനി അതിനുള്ള അനുമോളെ മറുപടി കണ്ടോ. സമയത്ത് അനീഷിന് പോയിന്റ് 3 ആയിരുന്നു. അത് ഞങ്ങൾ കാരണമാണ് അത്രയും പോയിന്റ് കുറഞ്ഞത്. അത് വല്ലാത്തൊരു എക്സ്പ്ലനേഷൻ ആയി പോയി. അതായത് തുടക്കത്തിൽ ഞാൻ കാരണം അനീഷേട്ടിന് കുറെ പോയിന്റ് കിട്ടാതെ പോയില്ല, അത് കിട്ടിക്കോട്ടെ എന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്താന്നൊക്കെ എന്താ ഇതിനൊക്കെ പറയാ. എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടാണില്ല അനുമോള്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ജിസേനെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ലാലേട്ടൻ അനുമോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ ആദിലും നൂറക്ക് ഒരു വാണിംഗും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഇവരുടെ കയ്യിൽ ബാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടെ സാധനങ്ങളൊക്കെ ഇവർക്ക് ഉപയോഗിക്കാമല്ലോ. ആ സമയത്ത് ഇവരുടെ സാധനങ്ങൾ പലർക്കും ഇവർ ഷെയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പാടില്ല എന്ന് ലാലേട്ടൻ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നവീൻ ഒരു പരാതി പറയുന്നുണ്ട്. നമ്മൾ കണ്ടോ. എന്താണ് മോനെ പറയാ. ലാലേട്ട, ഇവരെല്ലാവരും എന്നെ കള്ളനാക്കി. പക്ഷെ ഇവരെ ഈ സ്ത്രീകളെല്ലാവരും ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് അവിടെ കബോർഡിൽ കൊണ്ടുവച്ചിട്ട് തേക്ക ബ്ലഷ് ഒക്കെ ഇടുകയാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ടല്ലേ. അതിനെ പേരിൽ ഇല്ലാത്ത കച്ചറില്ല അവിടെ. പക്ഷെ അതിനൊക്കെ നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അത് കണ്ടുതന്നെ അറിയാം. ഇനി ഇത് കഴിഞ്ഞ അബീന്റെ ഒരു പരാതിന്റെ മക്കളെ നമ്മളെന്തായാലും കണ്ടോ. കുറേ പേര് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനകത്ത് ഇങ്ങനെ നിന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ കുറെ പേര് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. ആരെ ഇപ്പൊ അറിയണമെന്നുള്ളതാ. ആദ്യത്തെ ആഴ്ച ഫുള്ളും പ്രശ്നം ഉണ്ടാക്കിയ ആളായിരുന്നു അബി. തൊട്ടനും പിടിച്ചതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കി നടന്ന ആളായിരുന്നു. അതേ ആള് തന്നെ ഇപ്പൊ ഒന്ന് പരാതിയാണ്. എല്ലാവരും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നടക്കാന്നൊക്കെ. എന്തായാലും നല്ലൊരു മാറ്റമാണത്. ഇനി ഇതിന് ശേഷം അനീഷിനെ എണീറ്റ് നിർത്തി ലാലേട്ടൻ ഒരു പൊരിക്കുന്നുണ്ട് മക്കളെ. അതായത് ഇത്രയും കാലം അനീഷിന്റെ ചൊറിയൽ സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതാണ് ലാലേട്ടൻ പൊളിച്ചടുക്കി കൊടുത്തത്. അതായത് ലാലേട്ടൻ അനീഷിനെ എഴുന്നേറ്റ് നിർത്തിച്ച് എന്നിട്ട് പല എക്സ് കണ്ടസ്റ്റൻസിന്റെയും പേരുകൾ എടുത്തു പറഞ്ഞു. സാബു മോൻ, അതുപോലെ തന്നെ അഖിൽ മാരാർ, ഇവരെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് അന്നേരം അനീഷ് അവന്റേതായ രീതിയിൽ മറുപടി പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ തിരിച്ചു ചോദിച്ചു അവരെ പോലെ ആവാനാണ് നിന്റെ പ്ലാൻ എന്ന്. അന്നേരം അനീഷിന്റെ മറുപടി കണ്ടോ. ജെനുവിനായിട്ട് ഈ വീടിനുള്ളിൽ നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ അങ്ങനെയാണോ കളിക്കുന്നത്? അതെ 100% അങ്ങനെ തന്നെയാണ്. അതെ 100% അങ്ങനെ തന്നെയാണ്. അത് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അനീഷ് അല്ലേ. കഴിഞ്ഞില്ല, ബാക്കിയൂടെ ഉണ്ടോ. ജെനുവിനായിട്ട് നിൽക്കുന്നത് ഞാൻ മാത്രമാണെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 1ാം സ്ഥാനത്തിന് അർഹനാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഉറച്ച് ദൃഢവിശ്വാസത്തോടു കൂടെ വിശ്വസിച്ചു. അല്ല എനിക്ക് ഓക്കെ, ഇത് കഴിഞ്ഞ ആഴ്ച മറ്റേ പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച അങ്ങനെ നടന്ന റാങ്കിങ് ടാസ്ക്. ആ ടാസ്കിൽ അനീഷ് എനിക്ക് 1ാം സ്ഥാനം വേണം, 1ാം സ്ഥാനം വേണമെന്നും പറഞ്ഞുകൊണ്ട് കുറെ സമയം വേസ്റ്റ് ചെയ്ത് ആ റാങ്ക് അവസാനം ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയല്ലേ. അതിനെ കുറിച്ചാണ് അനീഷ് പറഞ്ഞു വെച്ചത്. എന്തായാലും അന്ന് അനീഷ് ഉണ്ടാക്കിയ കച്ചറയും ബഹളവും ഒക്കെ ലാലേട്ടൻ പിന്നീട് സ്ക്രീനിൽ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം അനീഷിന് ഒരു മറുപടി ഉണ്ട് മക്കളെ, നിങ്ങളെന്നെ കണ്ടു നോക്കി. ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് തന്നെ എന്റെ ഒരു പ്രവൃത്തിയിൽ കുറച്ചൊരു അല്ല അങ്ങനെയാണെങ്കിൽ ഫുൾ ഇത് തന്നെ വീഡിയോ മുഴുവൻ അത് വല്ലാത്തൊരു കൗണ്ടറായി പോയി അല്ലേ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് തന്നെ അനീഷിനെ സ്ട്രാറ്റജി മടുത്തു ഓടിക്കുന്നുള്ളതാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുത്തത്. എന്തായാലും ഇതിന് ശേഷം ലാലേട്ടൻ അപ്പാനി ശരീരത്തിന് എഴുന്നേറ്റ് നിർത്തിച്ചിട്ടും വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി അനീഷിന് പിന്നാലെ നടക്കുന്നത് നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ലാലേട്ടൻ ഷാനവാസിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാം, അനീഷിനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നതിന്. അതെങ്ങനെയാണ് എന്ന് ലാലേട്ടൻ ചോദിച്ച സമയത്തുള്ള ഷാനവാസിന്റെ മറുപടി നമുക്ക് കണ്ടോക്കാം. അനീഷ് ഒരു നല്ല വ്യക്തിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് അനീഷിന്റെ ഗെയിമാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് റിയാക്ട് ചെയ്യേണ്ടടുത്ത് മാത്രം റിയാക്ട് ചെയ്യുക, അല്ലാത്ത സമയത്ത് അയാളെ ശത്രുവായിട്ട് കാണാതിരിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, അതത്രേ ഉള്ളൂ. ഇവനൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് കാര്യമുള്ളൂ. എന്തായാലും അതിനുശേഷം റാങ്കിങ് ടാസ്കിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷ് തനിക്ക് 1ാം സ്ഥാനം വേണമെന്ന് വാശി പിടിച്ച സമയത്ത് 1ാം സ്ഥാനം വിട്ടു തരില്ലട എന്നും പറഞ്ഞ് അപ്പുറത്ത് വാശി പിടിച്ച ഒരാൾ അക്ബർ ആയിരുന്നു. ഈ രണ്ടാളുടെയും വാശി കാരണമായിട്ടാണ് ആ ടാസ്ക് പോലും ക്യാൻസൽ ആയി പോയത് അല്ലേ. ആ കാര്യം ഷാനവാസ് സൂചിപ്പിക്കുന്നുണ്ട്. അന്നേരം അക്ബർ എണീറ്റുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ തരാന്നുണ്ടോ. പക്ഷേ അനീഷിനെ പോലെ ഒരു നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളെ 1ാം സ്ഥാനം ആക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ കടമ്പിടുത്തം പിടിച്ചതിനെ കൊണ്ട് എന്തായി, ആർക്കൊന്നും കിട്ടാത്ത അവസ്ഥയിലേക്കായി അല്ലേ. മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു. ഇനി അത് കഴിഞ്ഞ് റെന ഫാത്തിമന്റെ കാലം അനീഷ് സ്റ്റൂൾ കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം റെന ഫാത്തിമ കരഞ്ഞപ്പോ ദിസ് ഈസ് ഡ്രാമ എന്ന് പറഞ്ഞ റെന ഫാത്തിമനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അനീഷ്. അതിനെ കുറിച്ച് റെന ഫാത്തിമ പറയുന്നുണ്ട്. നമ്മളെന്താണെന്നുണ്ടോ. കസാല എടുത്തിട്ട് കാലിലേക്ക് വെച്ച് കാല് നിട്ട് അവിടെ ചെറിയൊരു ചോദ്യം ഉണ്ടായി. പക്ഷെ ഞാൻ സീനില്ല. എന്തായിരുന്നില്ല അന്ന് അനീഷിന്റെ ഡ്രാമ, അത് കാണേണ്ട തന്നെയായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നൂറത്താത്തിന് എണീറ്റ് നിർത്തിയിട്ട് ലാലേട്ടൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളെന്താണെന്നുണ്ടോ. പണിപ്പുര ടാസ്ക് മിസ്സാവൂലായിരുന്നു തോന്നി. ഇവിടെ അധികം സംസാരിക്കാത്ത കുട്ടിയാണോ?
അല്ലല്ല സംസാരിക്കും. കാര്യം നമ്മൾ പറയുമ്പോൾ കൂടുതലും അതിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാൽ. ഇല്ലല്ല സംസാരിക്കും. ആണോ? അപ്പോൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സത്യം, ഇപ്പോഴെങ്കിലും ഒന്ന് നൂറ് സംസാരിച്ച് കണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കായിരുന്നു, എന്ത് വന്നാലും സംസാരിക്കുന്ന മൊത്തം അതിലാണ്. നൂറോട് മുണ്ടാതെ സൈഡിൽ കുത്തിരിക്കും. എന്തായാലും ഇപ്പോഴെങ്കിലും നൂറിനെ കൊണ്ട് ലാലേട്ടൻ സംസാരിപ്പിച്ചല്ലോ, നല്ല കാര്യം. ഇനി ഇത് കഴിഞ്ഞ് വീട്ടിലുള്ള എല്ലാവർക്കും ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റാർ കൊടുക്കുക. അതാണ് സംഭവം. നമുക്ക് എന്തായാലും അതിൽ ചില വന്നു കണ്ടോ. അഭിലാഷ് സാർ, ജിസേലിനെയാണ് ചൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഇവിടെ. അതുമാത്രമല്ല ജിസേലിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരു എന്താ പറയുക, ഒരു ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്യുന്നൊരു ബെസ്റ്റ്. അനുമോൾ ഇത് കാണണ്ട. കാരണം ജിസേലിന്റെ പിറകെ മണിപ്പിച്ച് നടക്കാത്ത ഏക ഒരു വ്യക്തി അഭിലാഷ് ആണെന്നാണ് അനുമോള് പറഞ്ഞത്. മൊണ്ണല്ലാത്ത ഒരാൾ അഭിലാഷ് ആണെന്നാണ് അനുമോള് പറഞ്ഞത്. ആ ചീത്തപ്പേര് എന്തായാലും മാറി കിട്ടി. എന്തായാലും ബാക്കിയുണ്ടോ? ലാലേട്ടാ, ഞാൻ ജിസൈലിനാണ് കൊടുത്തത്. അത് ജിസൈലിന്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ടോ ഞാൻ മൊണ്ണായതുകൊണ്ടോ അല്ല. അതിന്റെ ഡേ കൂടെ അല്ലേ, അത് നല്ലൊരു കൊടുക്കലായി പോയി. ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ രന ഫാത്തിമക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കണ്ടോക്കാം. ജിസേൽ ഒരു ഓൾ ഇൻ വൺ ക്യാരക്ടറാണ്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, നല്ല ഹ്യൂമാനിറ്റി ഉണ്ട്, ഒരു പ്യോർ സോളാണ്. ആരോടും പേഴ്സണൽ ഗ്രഡ്ജസ് വെക്കുന്നില്ല. അതെ, പ്രത്യേകിച്ച് അനുമോളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജസും വെക്കാറില്ല ജിസൈല്. എന്തായാലും ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ജിസൈലിനാണ് കേട്ടോ, രണ്ടാമത്തെ അനീഷിനും. എന്തായാലും ഇതിനൊരു ജിസൈലിന് ഒരു ഗിഫ്റ്റ് ലാലേട്ടൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. മുതൽ ആരെങ്കിലും കണ്ടോക്കാം. അവിടെ റൂമിലുണ്ട്, നമ്മുടെ സ്റ്റോറിലുണ്ട്. ഇന്ന് എനിക്കൊന്നും ഇല്ല ലാലേട്ടാ ഗിഫ്റ്റ്. ആർക്ക് വേണം ഗിഫ്റ്റ്? അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം തന്ന ഗിഫ്റ്റ് മതിയായി ലാലേട്ടാ. ഇവന് തന്നെയാണ് പണി തോന്നുന്നത്, ഇങ്ങനെ ചോദിച്ചു മേടിക്കല്ലേ. കഴിഞ്ഞ ആഴ്ച ഇതേമാതിരി ലാലേട്ടനോട് ഒരു ഗിഫ്റ്റ് ചോദിച്ചു മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏത് പണിപ്പുരയിലുള്ള പ്രവേശനം നിരസിച്ചുകൊണ്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതന്നെ. ഇപ്പൊ വീണ്ടും അടുത്ത ഗിഫ്റ്റ് ചോദിച്ചു മേടിച്ചിരിക്കുകയാണ്. എന്തായാലും ലാലേട്ടൻ ഇത്തവണ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് പണിപ്പുര പോയി നോക്കാനാണ്. അങ്ങനെ ഇവരെന്താക്കുന്നുണ്ട്, പണിപ്പുര പോയി നോക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ആരെങ്കിലും കണ്ടോക്കാം. സംഭവം നമ്മളെ മറ്റേ മൈജിന്റെ റോബോട്ടാണ്. ഇനി ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ ഒരു സംഭവം അരങ്ങേറുന്നുണ്ട്. നമ്മൾ തരാന്ന് കണ്ടോക്കാം. അതേ സുഹൃത്തുക്കൾ, അവരെങ്കിലും തിരിച്ചു വന്നിരിക്കുകയാണ്. 2 ദിവസത്തെ മിഡ് വീക്ക് സസ്പെൻഷൻ അല്ലെ, ഒരു റൂമിൽ അടച്ചിട്ട മാസം. മെന്റലിയും ഫിസിക്കലിയും തകർന്നു പോകുന്ന ഒരു ടാസ്ക് ആണ് അത്. അതിനെ കുറിച്ച് ഒനീല് പറയുന്നത് നമുക്ക് കണ്ടോ. ഫസ്റ്റ് ദിവസം കഴിഞ്ഞിട്ട് 1.5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഡെലൂഷനിലായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു. ആ പൂവൊക്കെ കുറെ നേരം എണ്ണി അതിനൊക്കെ പേരിട്ട് അതിനായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ഇത് വല്ലാത്തൊരു ടാസ്ക് ആയി പോയി ബിഗ് ബോസ്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് എവിക്ഷൻ പ്രക്രിയയിലേക്ക് കടക്കുന്നുണ്ട്. ആരാണ് ഇത്തവണ എവിക്ട് ചെയ്തതെന്നല്ലേ നമുക്ക് കണ്ടോക്കാം. ബിൻസി എവിക്റ്റഡ്. ബിൻസിക്ക് ആ ഓട്ടോറിക്ഷയിൽ കയറി എൻ്റെ അടുത്തേക്ക് വരാം. ഓക്കെ, അത് വല്ലാത്തൊരു എവിക്ഷൻ ആയി പോയി. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്തവണ ബിൻസി പോകുന്നുള്ളത്. ഞാൻ വിചാരിച്ച ശൈത്യം എങ്ങാനും പോകുന്നുള്ളതാണ്. ഇത് വല്ലാത്തൊരു ഷോക്കിംഗ് അനൗൺസ്മെന്റ് ആയി പോയി. എന്തായാലും ബാക്കി കണ്ടോക്കാം. അത് സാരമില്ല. നീ അടിപൊളിയായിട്ട് കളിച്ചു. ഇത്രയും ദിവസം നീ അടിപൊളിയായിട്ട് കളിച്ചു. അതെ അതെ അതെ, ആശ്വസിപ്പിച്ച് ബിൻസിനെ കരയിപ്പിക്കുന്നതാണ് തോന്നുന്നത്. ഒന്നില്ല നിനക്ക് മോളെ എന്നുള്ള രീതിയിലാണ് ബെന്നി സബാസി സംസാരിക്കുന്നത്. എന്തായാലും അങ്ങനെ ബിൻസി വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കുറച്ച് നേരത്തെ ആയി പോയി എന്നുള്ളതാണ്. കുറച്ചു കാലം കൂടി ബിൻസിനെ ആ വീട്ടിൽ നിർത്തായിരുന്നു അല്ലേ. ബിൻസിനേക്കാണ് പോകാൻ അർഹതയുള്ള എത്രയോ ആളുകൾ ഇപ്പോഴും ആ വീട്ടിലുണ്ട്. എനിവേ ബിഗ് ബോസിന്റെ തീരുമാനമാണ്. ഇനിയിപ്പോ എന്ത് പറയാനാണ് അല്ലേ. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ട് ബിൻസിനെ തിരിച്ചെടുക്കൂലല്ലോ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം.